ഗണിത ക്ലാസ്സിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയതിൻ്റെ ബാക്കിയാണ് ഞാൻ പറയാൻ പോകുന്നത്. പേജ് നമ്പർ 42 നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ചില ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് പുതിയ ടോപ്പിക്കിലേക്ക് പോകാം. നോക്കാം. സപ്പോസ് വി ഹാവ് എ ട്രയാങ്കിൾ like this, and this angle is, one of the angle is 110, then 90 degree, and it is 75. അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം ഇതാണ്: if we draw a circle with the bottom side as the diameter, ഈ താഴത്തെ ഭാഗം ഡയമീറ്റർ ആയിക്കൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചാൽ ഈ ട്രയാങ്കിളിൻ്റെ തേർഡ് വെർട്ടെക്സ്, അതായത് മൂന്നാം മൂല, ആ സർക്കിൾ എവിടെ കിടക്കും എന്നാണ് ചോദ്യം. അത് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ ഓൺ ദി സർക്കിൾ ആണോ എന്നതാണ് ചോദ്യം. ഈ ആശയം ഉപയോഗിച്ചുകൊണ്ട് സാധാരണ SSLC പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളിതിനെ പേരിട്ട് കൊടുത്താൽ എ ബി സി അല്ലെങ്കിൽ എ ബി ഡി എ ബി ഇ എന്ന് ഞാൻ പേരിടുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എ ബി ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിൾ വരച്ചാൽ ഈ എ ബി ഡയമീറ്റർ ആണെങ്കിൽ ഡയമീറ്ററിൻ്റെ എൻ പോയിൻറ്റ്സ് ആണ് എ ബി. ആ എൻ പോയിൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ 110 ആണ് ആംഗിൾ എങ്കിൽ, അതായത് ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ അത് ആ സർക്കിളിൻ്റെ അകത്ത് വരും, അല്ലേ? ആ സർക്കിളിൻ്റെ അകത്ത് വരും. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. 90 ഡിഗ്രി ആണെങ്കിൽ സർക്കിളിൻ്റെ കടക്കും ഓൺ ദി സർക്കിൾ. 75 ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ അത് സർക്കിളിൻ്റെ ഔട്ട്സൈഡിലാണ് ഉണ്ടാവുക. അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു ക്വാഡ്രിലാറ്ററൽ ഫിഗർ തന്നിരിക്കുന്നു നമുക്ക്. ക്വാഡ്രിലാറ്ററൽ ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. അതിന് 3 ആംഗിളും തന്നിട്ടുണ്ട്. ഒന്ന് 55, ഈ ആംഗിൾ 55 ആണ്. ഇത് 105 ആണ്. പിന്നെ ഈ മൂന്നാമത്തെ ആംഗിള് 110 ആണ്. ഇത്രയും കാര്യങ്ങൾ. ഇനി ചോദ്യം ഇതാണ്: ഇതിൻ്റെ ഓരോ ഡയഗണലും ഡയമീറ്റർ ആയിക്കൊണ്ട് നമ്മളൊരു സർക്കിൾ വരും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൂന്നാമത്തെ മൂല അല്ലെങ്കിൽ മറ്റു 2 വെർട്ടെക്സ് ഇവിടെ കിടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ഇതിന് പേരിടുകയാണ് എ ബി സി ഡി എന്ന് പേര്. ഇനി എ ബി എന്ന് പറയുന്ന ഡയഗണൽ, എ ബി എന്ന് പറയുന്ന ഡയഗണൽ ഡയമീറ്റർ ആക്കിക്കൊണ്ട്, വ്യാസമാക്കിക്കൊണ്ട് ഞാനൊരു സർക്കിൾ വരക്കുകയാണെങ്കിൽ ഈ 110 എവിടെ കിടക്കും? 110 സർക്കിളിനകത്ത് കിടക്കും. കാരണം ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്. 105 എവിടെ കിടക്കും? ആ സർക്കിളിൻ്റെ അകത്ത് തന്നെ കിടക്കും. കാരണം എന്താ? അത് ഗ്രേറ്റർ ദാൻ 90 ആണ്. ഇനി തിരിച്ച് നമ്മളിങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കാനില്ല. അതായത് ഈ ഒരു AC എന്ന് പറയുന്ന ഡയഗണൽ ഡയമീറ്റർ ആക്കിക്കൊണ്ടാണ് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഇത് 55, ഇത് 105, ഇത് 110 ആണ് എന്ന് പറഞ്ഞാൽ 270 അല്ലേ? 110 പ്ലസ് 55 പ്ലസ് 105 270. അങ്ങനെയാണെങ്കിൽ ഇതെത്ര ഉണ്ടാവും? 90 ഡിഗ്രി, അല്ലേ? ഒരു ക്വാഡ്രിലാറ്ററൽ ഫിഗറിൻ്റെ എല്ലാ ആംഗിളും ഈ സം ഓഫ് ആംഗിൾ 360 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഈ 3 ആംഗിൾ തന്ന സ്ഥിതിക്ക് നാലാമത്തെ ആംഗിൾ 90 ഡിഗ്രി നമുക്ക് കാണാം. ഇനി ഇത് ഡയമീറ്റർ ആയിക്കൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചാൽ ആ സർക്കിള് യഥാർത്ഥത്തിൽ ഈ 90 ഡിഗ്രി ആയതുകൊണ്ട് ഡി ആ സർക്കിളിലെ പോലെ. ഇനി ഇത് 55 ആയതുകൊണ്ട് അത് സർക്കിളിൻ്റെ പുറത്തേക്ക്. അപ്പോൾ
അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. ഇനി മൂന്നാമതൊരു ക്വസ്റ്റ്യൻ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് പുതിയ ടോപ്പിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്കൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ സൈഡ്സ് തന്നിട്ടുണ്ട്. സൈഡ്സ് 5, 12, 30 ഇങ്ങനെ 3 സൈഡ് വരുന്ന രീതിയിൽ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യും. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഓരോ സൈഡും ഡയമീറ്റർ ആയിക്കൊണ്ട് നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ മൂന്നാമത്തെ മൂല എവിടെ കിടക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 5, 12, 13 എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രയാങ്കുലർ അത്ലറ്റ് ആണ് അല്ലേ. അതായത് 5 സ്ക്വയർ ഈക്വൽ ടു 25, 12 സ്ക്വയർ ഈക്വൽ ടു 144 ആൻഡ് 13 സ്ക്വയർ ഈക്വൽ ടു 169. അപ്പോൾ ഇത് രണ്ടുമായിട്ട് സം ചെയ്താൽ 25 പ്ലസ് 144 ഈക്വൽ ടു 169. അപ്പോൾ ഇവിടെ ഇത് നമുക്ക് ഇങ്ങനെയാണെന്ന് പറയാം. ഈ ട്രയാങ്കിളിൻ്റെ ഏറ്റവും വലിയ സൈഡ് 13 ആണ്. അതാണ് എന്ത് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസ്. അപ്പോൾ ഇത് 13 ആണ്. മറ്റ് രണ്ട് സൈഡുകൾ ഒന്നിനെ നമുക്ക് 5 എന്നും മറ്റേ നമുക്ക് 12 എന്നും കൺസിഡർ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഈ 5 ഉം 12 ആണ് പെർപെൻഡിക്കുലർ സൈഡ്സ്. അങ്ങനെ പെർപെൻഡിക്കുലർ സൈഡ്സ് ആണെങ്കിൽ ആ ആംഗിളാണ് 90 ഡിഗ്രി. ഇനി നമ്മൾ ആലോചിക്കാം, ഇപ്പം ഞാനിതിന് ABC എന്ന് പേരിട്ടാൽ AC ഡയമീറ്റർ ആയിക്കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നു എങ്കിൽ B അതിലൂടെ പാസ് ചെയ്യും. കാരണം ഇത് 90 ഡിഗ്രിയാണ് അല്ലേ. അതാണ് നമ്മളവിടെ കണ്ടത് സംഗതി, 90 ഡിഗ്രിയാണ്. ഇനി അതല്ല, നമ്മൾ BC ആണ് ഡയമീറ്റർ ആയിക്കൊണ്ട് സർക്കിൾ വരയ്ക്കുന്നതെങ്കിൽ BC ഡയമീറ്റർ ആയിക്കൊണ്ട് സർക്കിൾ വരയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ലെസ് ദാൻ 90 ആണ്, ഇത് ലെസ് ദാൻ 90 ആണ്. അപ്പോൾ 90 ഡിഗ്രിയേക്കാൾ കുറവായതുകൊണ്ട് BC ഡയമീറ്ററായി വരയ്ക്കുന്ന സർക്കിളിൽ ഇതിൻ്റെ പുറത്തായിരിക്കും ആരുണ്ടാവുക A എന്ന് പറയുന്ന ആംഗിൾ. അതുപോലെ AB ഡയമീറ്റർ ആയിക്കൊണ്ടൊരു സർക്കിൾ വെച്ചാലോ C ലെസ് ദാൻ 90 ആയതുകൊണ്ട് അതും ഈ പറഞ്ഞ പോലെ എന്തായിരിക്കും, പുറത്തന്നെയായിരിക്കും. അപ്പോൾ വീണ്ടും നമുക്കിങ്ങനെ സർക്കിൾ ചെയ്യാം. അതായത് 3 സർക്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. 3 സർക്കിളിൽ BC ഡയമീറ്റർ ആയിട്ടുള്ള വരയ്ക്കുന്ന സർക്കിളിലായിരിക്കും A. മറ്റ് 2 കേസിലും പോയിന്റ്സ് നമ്മൾ വരയ്ക്കുന്ന സർക്കിളിൻ്റെ പുറത്തായിരിക്കും. ഈ രീതിയിൽ 3 പ്രോബ്ലം ഞാൻ ഇപ്പോൾ ചെയ്തു. ടെക്സ്റ്റ് ബുക്കിൽ 42, 43, 44 പേജിൽ വരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോബ്ലം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുക എന്നതിനപ്പുറത്ത് നമ്മൾ ഇതിങ്ങനെ കുറേ ലൈവായിട്ട് ഇങ്ങനെ ക്ലാസ് കേട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മറിച്ച് നോക്കി ഒരു പ്രോബ്ലം ചെയ്യാൻ ശ്രമിച്ച് കിട്ടിയില്ലെങ്കിൽ അതവിടെ മടക്കി വെച്ച് അങ്ങനെയല്ല, വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക. നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, നന്നായി ശ്രമിക്കുക, ആശയം ശരിയായി ഗ്രഹിക്കുക. എങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള പ്രോബ്ലംസ്, വലിയ പ്രോബ്ലംസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1-2 പ്രോബ്ലം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഒന്നുകൊണ്ട് മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഒരു മാത്സ് സ്റ്റുഡൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ വേറൊരു ഒരു കൺസെപ്റ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാണ്. ശ്രദ്ധിക്കാം, ഇവിടെ നമ്മളൊരു സർക്കിൾ വരച്ചു. ഞാനൊരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിനെ ഒരു ഡയമീറ്റർ വരച്ചു. ദാറ്റ് മീൻസ് സർക്കിൾ ഈസ് ഡിവൈഡ് ഇൻ ടു 2 halves, സെമി സർക്കിൾസ്. ഇത് 2 അർദ്ധവൃത്തങ്ങളായത് പോകുന്നു. അർദ്ധവൃത്തങ്ങളായിരുന്നു. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ ഇപ്പം ഞാൻ ഇതിലൊരു പോയിന്റ് കൺസിഡർ ചെയ്തു. ഈ പോയിന്റുമായി ഈ AB എന്ന് പറയുന്ന ഡയമീറ്ററിൻ്റെ എൻ പോയിന്റ്സ് ജോയിൻ ചെയ്താൽ നമ്മൾ പഠിച്ചതനുസരിച്ച് ഈ ആംഗിൾ എന്തായിരിക്കും, 90 ഡിഗ്രി. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. ഇനി നോക്കുക, ഇതിൽ എവിടെ ജോയിൻ ചെയ്താലും ആംഗിളൊക്കെ 90 ഡിഗ്രിയാണ്. ശരി. തിരിച്ച് ഇതിൻ്റെ ഇവിടെ ഒരു പാർട്ടുണ്ട്. ഈ പാർട്ടിൽ നമുക്ക് ഇതുപോലെ പോയിന്റ്സ് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഈ പോയിന്റ്സ് ഒക്കെ ആയിട്ട് ഇതിൻ്റെ എൻ പോയിന്റ്സുകൾ, ABയുടെ എൻ പോയിന്റ്, ഡയമീറ്ററിൻ്റെ എൻ പോയിന്റ്സ് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആംഗിളൊക്കെ 90 ഡിഗ്രിയാണ്. ഇതൊക്കെ 90 ഡിഗ്രിയാണ്. ഇതൊരു ഡയമീറ്ററിൻ്റെ കേസിൽ ശരിയാണ്.
നമ്മളതിന് പരിശോധിക്കാൻ പോകുന്നത് ഡയമീറ്റർ അല്ലാത്തൊരു കോഡ് എടുക്കും. ഡയമീറ്റർ ഒരു കോഡാണ്, ഏറ്റവും വലിയ കോഡാണ് ഡയമീറ്റർ. നമ്മൾ ഡയമീറ്റർ എടുക്കുന്നതിന് പകരം ഡയമീറ്റർ അല്ലാത്തൊരു കോഡ് കൺസിഡർ ചെയ്യും. നോക്കാം. അപ്പോൾ ഇത് എന്താണ് ഈ ആംഗിളിൽ സംഭവിക്കുന്നത് നോക്കാം. ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഈ സർക്കിളിൽ ഞാൻ ഡയമീറ്റർ അല്ലാത്ത ഒരു കോഡ് കൺസിഡർ ചെയ്യും. എ ബി. ഇവിടെ എ ബി എന്തല്ല? ഡയമീറ്റർ അല്ല, വ്യാസമല്ല. എന്ന് പറഞ്ഞാൽ ഈ എ ബി വരച്ച് കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സർക്കിളിനെ രണ്ടായി മുറിക്കുന്നുണ്ട്. പക്ഷെ എന്തല്ല? 50-50 അല്ല, പപ്പാതി അല്ല, സെമി സർക്കിൾ അല്ല ഫോം ചെയ്യുന്നത്. ഒന്നൊരു വലിയ പാർട്ടും മറ്റതൊരു ചെറിയ പാർട്ടുമാണ്. ഇനി ഞാനിവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ വലിയ പാർട്ടിലൊരു പോയിന്റ് കൺസിഡർ ചെയ്യും. ഏതെങ്കിലും ഒരു പോയിന്റ്, ഇഷ്ടമുള്ളൊരു പോയിന്റ് കൺസിഡർ ചെയ്യും. ആ പോയിന്റ് പി ഈ പിയുമായി ഞാൻ ജോയിൻ ചെയ്തു. ഇങ്ങനെ ജോയിൻ ചെയ്താൽ എനിക്കിവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ആ ആംഗിൾ എത്രയായിരിക്കും, എന്തായിരിക്കും, ഇതൊക്കെയാണ് നമ്മൾ ചർച്ച. അപ്പോൾ അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ചുകൂടി അതിലേക്കൊരു വെളിച്ചം എന്നുള്ള നിലക്കാണ് തുടക്കത്തിൽ നമ്മൾ ആ സെമി സർക്കിൾ കൺസിഡർ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ നോക്കാം. ഇപ്പോൾ എ ബി ഡയമീറ്റർ അല്ലാത്ത സ്ഥിതിക്ക് ഇത് രണ്ട് പാർട്ടായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. ഒന്ന് വലിയ പാർട്ട്, ഒന്ന് ചെറിയ പാർട്ടാണ്. ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലിപ്പോൾ ഇതിൻ്റെ താഴെ പാർട്ടിൽ ഇതേപോലെ എനിക്ക് ജോയിൻ ചെയ്യാം, എൻ പോയിന്റ്സ് ജോയിൻ ചെയ്യാം. എന്നിട്ട് ബി ക്യൂ, ഇവിടെ ക്യൂ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഫോം ചെയ്യാൻ പറ്റുന്നത്. അല്ലെ Q1 എന്ന് കൊടുക്കാം, ഇവിടെ Q2 എന്ന് കൊടുക്കാം. ഇങ്ങനെ കുറേ എത്ര വേണമെങ്കിലും പോയിന്റ്സ് നമുക്ക് മാർക്ക് ചെയ്ത് ആംഗിൾ മാർക്ക് ചെയ്ത് വെക്കാം. അതുപോലെ P1, P2, P3 ഇതൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ ഇതുപോലെ പോയിന്റ്സുകൾ മാർക്ക് ചെയ്ത് നമുക്ക് ചെയ്യാം. ഓക്കെ. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, ഇങ്ങനെ ഫോം ചെയ്യുന്ന ആംഗിൾസിന് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ? എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഈ P1 ഒരു ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്, P2 ഒരു ആംഗിൾ ഉണ്ട്, P3 ഒരു ആംഗിൾ ഉണ്ട്. ഈ ആംഗിളൊക്കെ എന്തെങ്കിലും പ്രത്യേകതകൾ ഇതിൻ്റെ സെൻട്രൽ ആംഗിളായിട്ട് ഉണ്ടോ എന്നാണ് നമ്മൾ അടുത്ത പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടാവും, കുട്ടികളുണ്ടാവും. അപ്പോഴാണ് ഇതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ ഒരു സത്ത് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മളതിനെ നോക്കിക്കാണാം. ഓക്കെ, നമുക്കൊന്നുകൂടെ ചെയ്ത് നോക്കാം. ഞാൻ സർക്കിൾ വരയ്ക്കുന്നു. ഒരു ഡയമീറ്റർ അല്ലാത്തൊരു കോഡ് കൺസിഡർ ചെയ്യുന്നു. എ ബി ആയിക്കോട്ടെ, എ ബി തന്നെ പേരിട്ടു, എ ബി ആയിക്കോട്ടെ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് എ ബി ഡയമീറ്റർ അല്ല, വ്യാസമല്ല. വ്യാസം അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്റർ സംപേരൻസ് വേറെ എവിടെയാണ്. ആ പോയിന്റ് ഞാൻ O എന്ന് മാർക്ക് ചെയ്യും, സെൻറ്റർ O എന്ന് മാർക്ക് ചെയ്യും. ഇനി എ ബി എന്ന് പറയുന്ന ഈ എൻ പോയിന്റ്സുകൾ എയും ബിയും ഈ സർക്കിളിൻ്റെ വലിയ പാർട്ടിൽ വേറൊരു പോയിന്റ് മാർക്ക് ചെയ്ത് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് ഞാൻ ജോയിൻ ചെയ്യും. നമ്മൾ നേരത്തെ P1, P2 എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ എഴുതിയിരുന്നു. അതേപോലെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ആ പോയിന്റ് ആയിട്ട് ഇതിൻ്റെ എൻ പോയിന്റ്സിന് ജോയിൻ ചെയ്തു. ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. ആംഗിളിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ O എന്ന് പറയുന്നൊരു സെൻറ്റർ ഉണ്ട്. ഈ സെൻറ്ററുമായി എ ജോയിൻ ചെയ്യുന്നു, അതുപോലെ പി ജോയിൻ ചെയ്യുന്നു, അതുപോലെ ബിയും ജോയിൻ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ എ ബി പി എന്ന് പറയുന്ന പോയിന്റ്സ് സെൻറ്ററുമായി ജോയിൻ ചെയ്യുന്നു. അങ്ങനെ സെൻറ്ററുമായി ജോയിൻ ചെയ്യുമ്പോൾ നമുക്കിവിടെയൊക്കെ കുറേ പാർട്ടുകൾ, കുറേ ചെറിയ ചെറിയ കോണുകൾ കിട്ടി. ഈ ആംഗിളിനൊക്കെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്നാണ് നമ്മൾ അടുത്ത പരിശോധിക്കുന്നത്. നോക്കാം. ഞാൻ ഈ ഒരു ആംഗിളിനെ ഞാൻ എക്സ് എന്ന് വിചാരിക്കുന്നു, ലെറ്റ് ഇറ്റ് ബി എക്സ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ AOP, ട്രയാങ്കിൾ AOP എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ അത് എന്ത് ട്രയാങ്കിളാണ്? ഐസോസെലസ് ട്രയാങ്കിളാണ് അല്ലേ? OAയും OPയും ഈക്വലാണ്. OAയും OPയും ഈക്വലാണ്. സെൻറ്ററാണ്, O സെൻറ്ററാണ്. അപ്പോൾ ഓയിൽ നിന്ന് പിയിലേക്ക്, ഓയിൽ നിന്ന് ഇയിലേക്ക് ഒരേ ഡിസ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് ഈക്വലാണ്. രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലാണ്. ആംഗിൾ ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ.
which we have studied in 8th standard. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഇനി നോക്കുക, അതേ പ്രോപ്പർട്ടി ഇപ്പോഴത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ ഒരു ആംഗിൾ ഞാൻ വൈ എന്ന് സങ്കല്പിച്ചാൽ ഈ ആംഗിൾ എന്തായിരിക്കും? വൈ ആയിരിക്കും. ഓക്കെ, സെയിം പ്രോപ്പർട്ടി. ഒ പിയും ഒ ബിയും ഈക്വൽ ആണ്. അപ്പോൾ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ ഇത് വൈ ആണെങ്കിൽ അതും വൈ ആയിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ ആംഗിൾ, അതായത് എ ഒ പി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് 2x ആണ്. 180 മൈനസ് ടോട്ടൽ ആംഗിൾ 180 ആണ്. അപ്പോൾ ഇത് എക്സും എക്സും ഒഴിവാക്കിയാൽ 180 മൈനസ് 2x ആണ് ഈ സെൻട്രൽ ആംഗിൾ. അതുപോലെ ഇപ്പുറത്ത് എന്ത് വരും? 180 മൈനസ് 2y. 180 മൈനസ് 2y. ഞാൻ ഇതിനെ ഈ സെൻട്രൽ ആംഗിളിൽ ഞാൻ സി എന്ന് തൽക്കാലം കൊടുക്കുന്നു. സെൻട്രൽ ആംഗിളിനെ ഏത് ഈ ഒരു ആർക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഡയമീറ്റർ അല്ലാത്ത കോഡ് സെൻറ്ററിൽ ജോയിൻ ചെയ്ത് കിട്ടിയ ആംഗിളിനെ ഞാൻ എന്ത് കൊടുത്തു? സി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് ഒ എന്ന് പറയുന്ന പോയിന്റിൻ്റെ ചുറ്റിലുള്ള ആംഗിൾ കൺസിഡർ ചെയ്താൽ ഏതൊക്കെ ആംഗിൾ? 180 മൈനസ് 2x 180 മൈനസ് 2y പിന്നെ ഒരു സി ആണ്. അപ്പോൾ ടോട്ടൽ ആംഗിൾ ഒരു പോയിന്റിൻ്റെ ചുറ്റിലുള്ള ആംഗിൾ ടോട്ടൽ ആംഗിൾ എന്താണ്? 360. ടോട്ടൽ ആംഗിൾ 360 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 180 പ്ലസ് 180 അത് തന്നെ 360 ആണ്. ഇവിടെ ഒരു 360, ഇവിടെ ഒരു 360 ആയി, ഇപ്പുറത്ത് ഒരു 360 ഞാൻ കട്ട് ചെയ്താണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് 360 ഒഴിവാക്കി. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ സി ഈക്വൽ ടു ഈ മൈനസ് 2x ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി, അപ്പോൾ 2x മൈനസ് 2y ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി പ്ലസ് 2y. അപ്പോൾ നമുക്ക് സി ഈക്വൽ ടു 2x പ്ലസ് 2y നേടി. അഥവാ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഹാഫ് സി ഈക്വൽ ടു x plus y. Half c equal to x plus y. Half c means half c degree. Half c degree equal to x plus y. What is our x plus y? x plus y എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന പോയിന്റുകൾ അല്ലെങ്കിൽ എൻ പോയിന്റ്സുകൾ, ആ നമ്മൾ കൺസിഡർ ചെയ്ത കോഡിൻ്റെ എൻ പോയിന്റ്സുകൾ, ഞാണിൻ്റെ എൻ പോയിന്റ്സുകൾ, അഗ്രങ്ങളിലുള്ള ബിന്ദുക്കൾ പിയിൽ ജോയിൻ ചെയ്ത് കിട്ടിയ പോയിന്റ് ആംഗിളാണ്. അപ്പോൾ അത് പിയിൽ ജോയിൻ ചെയ്തപ്പോൾ ഉണ്ടായ ആംഗിളാണ് എക്സും വൈയും. എക്സ് പ്ലസ് വൈ, ടോട്ടൽ ആംഗിൾ എക്സ് പ്ലസ് വൈ, അതായത് ഈ പിയിലുള്ള ആംഗിൾ. അപ്പോൾ പിയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയാണ് എന്ന് കിട്ടിയിരിക്കും. സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയാണെന്ന് കിട്ടിയിരിക്കും. ഇതേ സംഗതി നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഞാൻ ഇതിൻ്റെ ഈ വലിയ പാർട്ടിലാണ് എടുത്തത്. ഇതേപോലെ നിങ്ങൾക്ക് ക്യൂ എന്ന് പറയുന്നൊരു പോയിന്റ് സ്മോളർ പാർട്ടിൽ എടുക്കാം. എന്നിട്ട് ഇതേപോലെ എൻ ജോയിൻ ചെയ്യാം, എൻ പോയിന്റ്സുകൾ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായിട്ടുണ്ടാവും. ആ ആംഗിൾ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പിയിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ഹാഫ് സി ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്ത പോലെ ഇതിൻ്റെ ഈ ഒരു ആംഗിളിനെ, ടോട്ടൽ ആംഗിളിനെ ഡി ഡിഗ്രി എന്ന് എടുത്താൽ ഇത് നിങ്ങൾക്ക് ഹാഫ് ഡി ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് സെയിം മെത്തേഡ്, രണ്ടാമത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നിങ്ങൾ നോക്കുക. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് വ്യക്തമായി. ഒരു വൃത്തത്തിലെ, മലയാളത്തിൽ പറഞ്ഞാൽ ഒരു വൃത്തത്തിലെ ഒരു ചാപം എ ബി എന്ന് പറയുന്ന ഒരു ചാപം, അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, അതാണ് ഞാൻ സി ഡിഗ്രി എടുത്തത്. ഇത് ഒരു എ ബി എന്ന് പറയുന്ന ഒരു ചാപമാണെങ്കിൽ, ഒരു ആർക്കാണെങ്കിൽ ഇതെൻ്റെ ഓപ്പോസിറ്റ് ആർക്കാണ്, അത് മറുചാപമാണ്. ഈ മറുചാപത്തിലെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോണ് എന്ന് പറയുന്നത് അത് ഈ സി ഡിഗ്രീൻ്റെ പകുതിയാണെന്ന് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സി ഡിഗ്രീൻ്റെ പകുതിയാണ്. ഇത് സി ഡിഗ്രി ആണെങ്കിൽ അത് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ സി ഡിഗ്രീൻ്റെ പകുതിയാണ്. അതേപോലെ ഞാൻ ഇതിനെ ഡി ഡിഗ്രി എന്ന് എടുത്താൽ, ഇതൊരു ഡി ഡിഗ്രി ആണെങ്കിൽ ഇത് എ ബി, വലിയ പാർട്ട്, വലിയ ചാപം, അതിൻ്റെ അഗ്രബിന്ദുക്കളാണ് എ ബിയും എൻ പോയിന്റ്സ് ആണ്. അത് സെൻട്രലായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഈ ചാപത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന കോണിനെയാണ് ആ ചാപത്തിൻ്റെ കേന്ദ്രം എന്ന് പറയാം. ഇതൊക്കെ 9ാം ക്ലാസ് പഠിക്കാം. അപ്പോൾ ഈ ഡി ഡിഗ്രി എന്ന് പറയുന്ന കോഡ് നമ്മൾ കൺസിഡർ ചെയ്താൽ, ഇത് ഡി ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഈ ഒരു ആർക്കിൻ്റെ ഓപ്പോസിറ്റ് ആർക്കാണിത്. ആ ഓപ്പോസിറ്റ് ആർക്കിൽ ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിനെ നമ്മൾ ഇതേപോലെ ജോയിൻ ചെയ്ത് ഒരു ആംഗിൾ ഫോം ചെയ്താൽ അതെന്തായിരിക്കും? ഈ ഡി ഡിഗ്രിയുടെ
പകുതി ആയിരിക്കും, പകുതിയാണ്. അപ്പോൾ ഇനി നമുക്ക് സി ഡിഗ്രിയും ഇവിടെ 2-3 റിസൾട്ട് നമുക്ക് ഇവിടെ പറയാം. സി ഡിഗ്രിയും ഡി ഡിഗ്രിയും കൂട്ടിയാൽ 360 അല്ലേ? സെൻട്രൽ ആംഗിളിൽ ഓപ്പോസിറ്റ് ആർക്കുകളുടെ സെൻട്രൽ ആംഗിളിന്റെ സമ്മ് 360, ടോട്ടൽ ആംഗിളാണ് 360, 360. അങ്ങനെയാണെങ്കിൽ ഈ എൻ പോയിന്റ്സിൽ അല്ലെങ്കിൽ ഇവിടെ പി ക്യൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് എടുത്തിട്ട് അവിടെ നമ്മൾ സി ഡിഗ്രിന്റെ പകുതിയും ഡി ഡിഗ്രിന്റെ പകുതിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സി ഡിഗ്രിയുടെ പകുതിയും ഡി ഡിഗ്രിയുടെ പകുതിയും ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഇതിന്റെ പകുതി കിട്ടും, 180. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സർക്കിളിന് എ ബി എന്ന് പറയുന്ന ഒരു ഞാൻ അഥവാ കോഡ് 2 പാർട്ടായിട്ട് മുറിച്ചാൽ, ഒരു പാർട്ട് വലുതാവാൻ ചെറുതാവാം അല്ലെ ഈക്വൽ ആവാം. ഈക്വൽ ആവുന്ന കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈക്വൽ ആണെങ്കിൽ അത് സെമി സർക്കിളാണ്, ഡയമീറ്റർ ആയി മാറും. അന്നേരം ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്, ഓപ്പോസിറ്റ് ആംഗിൾ 90 ഡിഗ്രിയാണ്. ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും 180, ആഡ് ചെയ്താൽ 180 കിട്ടും. ഇനി നമ്മൾ നോക്കുന്നത് ഇവിടെ ഇത് സി ഡിഗ്രി ആണെങ്കിൽ ഇത് സി ഡിഗ്രിന്റെ പകുതിയാണെന്ന് പ്രൂവ് ചെയ്തു. അതുപോലെ ഇത് ഡി ഡിഗ്രി ആണെങ്കിൽ മറ്റേ ഡി ഡിഗ്രിന്റെ പകുതിയാണെന്ന് നമുക്കറിയാം. ഇനി സി ഡിഗ്രിയും ഡി ഡിഗ്രിയും ആഡ് ചെയ്താൽ 360 ആണ്. നമ്മൾ സി ഡിഗ്രിയുടെ പകുതിയും ഡി ഡിഗ്രിയുടെ പകുതിയും കൂട്ടിയാൽ 180 കിട്ടും അല്ലേ? അതാണ് നമ്മൾ കണ്ടത്. സി ഡിഗ്രിന്റെ പകുതിയും ഡി ഡിഗ്രിന്റെ പകുതിയും കൂട്ടിയാൽ 180 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് 2 റിസൾട്ടുകൾ പറയാം. ഒന്ന്, ഒരു സർക്കിള് വരക്കുമ്പോൾ ഒരു സർക്കിള്, ആ സർക്കിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോഡ് കൺസിഡർ ചെയ്യുന്നു. ഒരു സർക്കിൾ വരക്കുന്നു, ആ സർക്കിൾ ഒരു കോഡ്, ഡയമീറ്റർ അല്ലാത്തൊരു കോഡ് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ ഒരു കോഡ് കൺസിഡർ ചെയ്താൽ അത് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിള് ഒരു സി ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സെഗ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അതിൻ്റെ പകുതിയാണ്. ഇതാണ് ഒരു റിസൾട്ട്. രണ്ടാമത്തെ റിസൾട്ട്, ഇതൊരു ഡി ഡിഗ്രി ആണെങ്കിൽ, അതായത് ഈ വലിയ ആർക്ക് സെൻട്രൽ ഉണ്ടാക്കിയ ആംഗിൾ ഡി ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സെഗ്മെൻ്റ് ആയ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കായ ഈ ചെറിയ ആർക്കിൽ അതിൻ്റെ, അതായത് ആ എ ബി എന്ന് പറയുന്ന കോഡ് ഉണ്ടാക്കിയ ആംഗിൾ ഡി ഡിഗ്രിയുടെ പകുതിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കാം, സി ഡിഗ്രി ബൈ 2 പ്ലസ് ഡി ഡിഗ്രി ബൈ 2 ഈക്വൽ ടു സി ഡിഗ്രി ബൈ 2 പ്ലസ് ഡി ഡിഗ്രി ബൈ 2 ഈക്വൽ ടു 180. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് സെഗ്മെൻറ്റിലുള്ള ആംഗിൾ ആഡ് ചെയ്താൽ 180 ആണ്. ദേ ആർ സപ്ലിമെൻ്ററി. ആംഗിൾ ഇൻ ഓപ്പോസിറ്റ് സെഗ്മെൻറ്റ്സ് ആർ സപ്ലിമെൻ്ററി. അതാണ് റിസൾട്ട്. ആംഗിൾ ഇൻ ഓപ്പോസിറ്റ് സെഗ്മെൻറ്റ്സ് ആർ സപ്ലിമെൻ്ററി. മറുകണ്ഠങ്ങളിലെ കോണുകൾ അനുകൂലകമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആശയം ഉപയോഗിച്ചുകൊണ്ട് കുറേ പ്രോബ്ലംസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഒരു പ്രോബ്ലത്തിലേക്ക് ഞങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇപ്പോൾ അങ്ങോട്ട് നോക്കാം. നമുക്കിപ്പോൾ 22.5 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. കൺസ്ട്രക്ട് an angle 22.5 ഡിഗ്രി. 22.5 ഡിഗ്രി കോണ് നമുക്ക് വരക്കണം. പ്രൊട്ടാക്ടർ ഉപയോഗിച്ചാൽ 22 കഴിഞ്ഞാൽ പിന്നെ 23 ഉണ്ടാവുക, 22 ഉണ്ടാവില്ല. അപ്പോൾ ഈ 22.5 ഡിഗ്രി അല്ലെങ്കിൽ 22.5 ഡിഗ്രി വരക്കാൻ കൃത്യമായി കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മളിപ്പോൾ പറഞ്ഞ ആശയം നമുക്ക് ഉപയോഗിക്കാം. നോക്കുന്നത്, ഇപ്പോൾ ഞാനൊരു സർക്കിൾ വരക്കും, അതിന് പ്രൊട്ടാക്ടർ ആവശ്യമില്ല. ഇനി ആ സർക്കിളിൽ ഞാനൊരു ഡയമീറ്റർ വരച്ചു. ഇതിന് സെൻറ്റർ ഉണ്ട്. ഈ സെൻറ്ററിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ആംഗിൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാനിതിന് നേരെ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഈ ആംഗിൾ ഇത് 90 ഡിഗ്രിയാണ്. ഇനി ഈ ആംഗിളിനെ ഞാൻ ബൈസെക്ട് ചെയ്യുന്നു. ആംഗിൾ ബൈസെക്ട് ചെയ്യാൻ നിങ്ങൾ 8ാം ക്ലാസ് പഠിച്ചാണ് ആംഗിൾ ഇങ്ങനെ ബൈസെക്ട് ചെയ്യുക. അപ്പോൾ ഈ ആംഗിൾ എത്രയായി? 45 അല്ലേ? 90 ഡിഗ്രീൻ്റെ പകുതി 45. ഇനി എന്ത് ചെയ്യുന്നു? ഈ ഒരു ആർക്ക് കൺസിഡർ ചെയ്യുക. API അല്ലെങ്കിൽ AB എന്നുള്ളത് ആർക്ക് കൺസിഡർ.
അപ്പോൾ ഇവിടെ നോക്ക്, എ ബി എന്ന് പറയുന്ന ആർക്ക് സെൻട്രൽ ഉണ്ടാക്കിയ ആംഗിൾ എന്താണ്? 45 ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന ആർക്ക് ഇതൊരു ചെറിയൊരു ആർക്കാണ്, ഇത്രയും സ്മോളാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്ക് വലിയൊരു ആർക്കാണ്. ഈ ഓപ്പോസിറ്റ് ആർക്ക് ഏത് പോയിന്റ് എടുത്താലും അവിടെ മാർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ അത് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്ന 45ൻ്റെ പകുതിയാണ്. നമ്മൾ പറഞ്ഞത്. അപ്പം ഞാൻ അവിടെ ഉള്ള ഒരു പോയിന്റാണ് സീന് വിചാരിക്കുക. ഈ പോയിന്റ് ഞാൻ സീന്ന് പേരിട്ടു, എവിടെയാണെങ്കിലും എടുക്കാം. ഞാൻ ഇതിനാണ് സീന്ന് പേരിട്ടു. ഇനി ഈ സിയും ബിയും ജോയിൻ ചെയ്തു. എ ഓൾറെഡി ജോയിൻ്റ് ആണ്, പിന്നെ രണ്ടാമത് ജോയിൻ ചെയ്യണം. ഇപ്പം നമുക്ക് എ ബി എന്ന് പറയുന്ന ആർക്ക് സെൻറ്ററിൽ 45 ഉണ്ടാക്കി അതിൻ്റെ ഓപ്പോസിറ്റിലെ വലിയ ആർക്കിന് ഒരു പോയിൻ്റായ സിയിൽ എയും ബിയും ജോയിൻ ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചനുസരിച്ച് ഈ ആംഗിൾ എത്ര ആയിരിക്കും? 45ൻ്റെ പകുതി ആയിരിക്കും. അതായത് 22½ ഡിഗ്രി ആയിരിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഇതേപോലെ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇത് മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കൊണ്ടൊരു സർക്കിൾ വരച്ച് ഈ 22½ പകുതി കൺസിഡർ ചെയ്യാം. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം. ഓക്കെ. അപ്പോൾ അതുപോലെ ചിലപ്പോൾ കൺസ്ട്രക്ട് ആംഗിൾ 150 ഡിഗ്രി വേറെ ക്വസ്റ്റ്യനാണ്. കൺസ്ട്രക്ട് ആംഗിൾ 150 ഡിഗ്രി വിതൗട്ട് യൂസിങ് പ്രൊട്ടാക്ടർ. പ്രൊട്ടാക്ടർ ഉപയോഗിക്കാതെ 150 ഡിഗ്രി നിർമ്മിക്കുക. നമുക്ക് ഈ ആശയം ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനൊരു സർക്കിൾ വരും, നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഞാനൊരു സർക്കിൾ വരും. ഇനി ഈ സർക്കിളിൽ സെൻറ്റർ മാർക്ക് ചെയ്തു, ഒരു റേഡിയസ് ആയിരുന്നു, ഇഷ്ടമുള്ള ഒരു റേഡിയസ് ആയിരുന്നു. ഇനി ഈ റേഡിയസ് അളന്നെടുക്കുന്നു. ഈ റേഡിയസ് അളന്നെടുക്കുന്നു, കോമ്പസിൽ അളക്കുന്നു. കോമ്പസിൽ, പ്രൊട്ടാക്ടർ അല്ല, കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് അളക്കുന്നു. അളന്നതിന് ശേഷം ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം ഈ ദൂരം സെയിമാണ്. ഇനി എന്ത് ചെയ്യുന്നു? ഇത് കംപ്ലീറ്റ് ചെയ്യും. ഇത് കംപ്ലീറ്റ് ചെയ്താൽ ഇവിടെ നമ്മളിങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്താണ്? ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും സെയിമാണ്. ദാറ്റ് മീൻസ് ഇതിന് ഈക്വലാറ്ററൽ ട്രയാങ്കിളാണ്, ഒരു സമഭുജത്രികോണം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നിങ്ങൾ എ ബി ഒ ആണെങ്കിൽ എ ബി ഒ അല്ലെങ്കിൽ ഒ ബി എ എന്ന് പറയുന്ന ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റിൽ എവിടെ നമ്മൾ പോയിന്റ് എടുത്താലും ആ പോയിന്റ് എയും ബിയും ജോയിൻ ചെയ്താൽ ഇത് 60 ആയതുകൊണ്ട് അതിന് പകുതി ഉണ്ടാവും, 30. ഇനി ഞാൻ ഇവിടെ ഇതിൻ്റെ ലോ പാർട്ടിൽ ഒരു പോയിന്റ് ക്യൂ മാർക്ക് ചെയ്യുന്നു. ആ പോയിന്റുമായി എയും ബിയും ജോയിൻ ചെയ്യും. ഇപ്പം എന്തായി? ഇത് 30 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എത്ര ഉണ്ടാവും? 150. നമ്മൾ നേരത്തെ പറഞ്ഞു ഹാഫ് സി ഡിഗ്രിയും ഹാഫ് ഡി ഡിഗ്രിയും ആഡ് ചെയ്താൽ 180 ആണ്. അപ്പോൾ ഇത് 30 ആയതുകൊണ്ട് ഓപ്പോസിറ്റ് 150 ആണ്. അപ്പോൾ ഇങ്ങനെ 150 നമുക്ക് വളരെ സിമ്പിളായിട്ട് കൺസിഡർ ചെയ്യാം. ഞാൻ ഒന്നിൻ്റെ പ്രോബ്ലം പറഞ്ഞു തന്നു. ഈ രീതിയിൽ നമുക്ക് അറിയിക്കാം. ഇനി ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞാൽ വേറൊരു ക്വസ്റ്റ്യനാണ്, വളരെ രസകരമായ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ക്ലോക്ക്, ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എക്സസൈസിലെ ഒരു പ്രോബ്ലമാണ്. The numbers 1, 4, 8 on a clock face are joined to make a triangle. Calculate the angle of this triangle. How many equilateral triangles can we make by joining numbers on the clock face? നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ക്ലോക്ക് വരും. ഈ ക്ലോക്കിൽ 1, 4, 8 ഇപ്പോൾ ഇത് 12 ആണ്. 1, 2, 3, then 4, 5, നേരെ ഓപ്പോസിറ്റ് 6, 7, 8, 9, 10 and 11. ഇതാണ് ഒരു ക്ലോക്കിലെ പോയിന്റ്സ്. നമ്മളോട് പറഞ്ഞത് 1, 4, 8 ജോയിൻ ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുന്നതാണ്. 1, 4, 8 ഞാൻ ജോയിൻ ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ
അതിൻ്റെ ഓരോ ആംഗിളും കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കുക, ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ, ഇപ്പോൾ 4-ലെ ആംഗിൾ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ 8-ലെ 1-ലെ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത്, ഇതിനെന്തായാലും ഈ ക്ലോക്കാണ് ഇതിന് സെൻറ്റർ ഇവിടെ ഉണ്ടാവും. ആ സൂചിയൊക്കെ ഇങ്ങനെ വെക്കുന്ന സെൻറ്റർ ഉണ്ടാവും. ഇനി ഇതിപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്താൽ, നമ്മളിത് ഇമാജിൻ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇപ്പോൾ 1-ൻ്റെയും 2-ൻ്റെയും ഇടയിൽ ടോട്ടൽ 360 ആണ്. അപ്പോൾ 360 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 30. അതായത് രണ്ട് സംഖ്യകൾ തമ്മിൽ അല്ലെങ്കിൽ 1-ൻ്റെയും 2-ൻ്റെയും ഇടയിലുള്ള ആംഗിൾ 30 ഡിഗ്രിയാണ്. അപ്പം 30, 60, 90. അപ്പോൾ ഈ ആംഗിൾ എത്രയായി? 90ആയി. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് എത്ര വരും? അതിൻ്റെ പകുതി വരും, 45. അതേപോലെ ഇത് ജോയിൻ ചെയ്താലോ? ഇത് ജോയിൻ ചെയ്താൽ ഈ ആംഗിൾ എത്ര ഉണ്ടാവും? 30, 60, 90, 120. ഇത് 120. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എത്ര ഉണ്ടാവും? 60, 60. ഇനി ഇവിടെ 30, 60, 90, 120, then 120 plus 30, 150. അപ്പോൾ ഇത് ടോട്ടൽ 150 ആണ്. ഇത് 150 ആണെങ്കിൽ ഈ ആർക്കിൻ്റെ ഓപ്പോസിറ്റിലൊരു പോയിൻ്റാണ് 4. അവിടെയുള്ള ആംഗിൾ 150ൻ്റെ പകുതി 75ആണ്. അപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ട ആംഗിളൊക്കെ നമുക്ക് കിട്ടി. ഏതൊക്കെ? 8-ൽ 45, 4-ൽ 75, 1-ൽ 60 ഡിഗ്രി ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇതിനെ തുടർന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. അവർ ചോദിച്ചത് എത്ര ഇക്വലാറ്റർ ട്രയാങ്കിൾ നമുക്കിതുപോലെ ഫോം ചെയ്യാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര ഇക്വലാറ്റർ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് നോക്കാം, ആലോചിച്ചോക്കാം. ഞാൻ വിളിച്ചറിയാം. നമുക്കൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടണം. ഇക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടണമെങ്കിൽ ഓരോ ആംഗിളും 60 ഡിഗ്രി ആവണം. ഓരോ ആംഗിളും 60 ഡിഗ്രി ആവണമെങ്കിൽ സെൻറ്ററിലുള്ള ആംഗിൾ എത്ര ആയിരിക്കണം? 120 വരണം. സെൻറ്ററിലുള്ള ആംഗിൾ 120 വരണം. അപ്പോൾ 120 വരണമെങ്കിൽ 30, 60, 90, 120 അല്ലേ? ഇപ്പോൾ നമ്മൾ 1-ലാണ് തുടങ്ങുന്നതെങ്കിൽ 30, 60, 90, 120. അപ്പോൾ 1, 5 പിന്നെ 120 ആയാൽ ഇവിടെ എത്ര വരും? സെൻട്രൽ 120 വരും. ഇവിടെ അതേപോലെ 30, 60, 90, 120. ഇനി നമ്മളൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം. ഇങ്ങനെ ജോയിൻ ചെയ്താൽ ഇതാണ് സെൻറ്റർ എങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 30, 60, 90, 120, 120 ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് 60 ഡിഗ്രിയാണ്. അതേപോലെ 30, 60, 90, 120 ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 120 ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് 60 ആണ്. അതുപോലെ ഇവിടെ 30, 60, 90, 120 ഇത് 120 ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾ 60 ആണ്. അപ്പോൾ നമുക്കൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടി. ഇക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടി. ഈ ഇക്വലാറ്റർ ട്രയാങ്കിൾ ഏതൊക്കെ നമ്പേഴ്സ് ജോയിൻ ചെയ്തപ്പോഴാണ്? 159 ആണ്. അപ്പോൾ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് 159 ആണ്. ഇതേപോലെ 2-ലാണ് തുടങ്ങുന്നതെങ്കിൽ എവിടെ തുടങ്ങണം? 2, 6, 10 വരും അല്ലേ? 2 ആകുമ്പോൾ 6 വരും അല്ലേ? 30, 60, 90, 120 6 ആയിരുന്നില്ല. 2, 6, 10. പിന്നെയോ 3-ലാണ് തുടങ്ങുന്നതെങ്കിലോ 3, 7, 11. 3, 7, 11. 4-ലാണ് തുടങ്ങുന്നതെങ്കിൽ 4, 8, 12. അപ്പോൾ 159 ജോയിൻ ചെയ്താൽ നമുക്ക് ഇക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടും. 2, 6, 10 ജോയിൻ ചെയ്താൽ ഇക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടും. 3, 7, 11 ജോയിൻ ചെയ്താൽ ഇക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടും. 4, 8, 12 ജോയിൻ ചെയ്താലും ഇക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടും. എത്ര എണ്ണം കിട്ടുമെന്നാണ് ചോദിച്ചത്. 1, 2, 3, 4. 4 തരത്തിൽ നമുക്ക് ജോയിൻ ചെയ്താൽ 4 തരത്തിലുള്ള അല്ലെങ്കിൽ 4 മോഡൽ 4 ഡിഫറെൻ്റ് വേയിൽ നമുക്ക് ഇതുപോലെ ഇക്വലാറ്റർ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റും. നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കുമ്പോൾ, ഞാനിപ്പോൾ ഇവിടെ 159 മാത്രമേ വരച്ചിട്ടുള്ളൂ. നോട്ട്ബുക്കിൽ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഈ പറഞ്ഞ 4 വരയ്ക്കും.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പേജ് നമ്പർ 53, 54, 55 ഇതുമായി ബന്ധപ്പെട്ട കുറേ പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഏതെങ്കിലും ബുക്കോ ഗൈഡോ അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചോ ചെയ്യുന്നതിന് പകരം സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. കുറച്ച് ആലോചിച്ച് ചെയ്യുക പ്രോബ്ലംസ്. അങ്ങനെ ആലോചിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ കാണുക, ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ ആശയം ഉൾക്കൊള്ളുക, ഗ്രാസ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങളിതിനെ പ്രിപ്പയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിലേക്ക്